സ്വാലിഹ്, പൊന്നാനി എപ്പോഴും പൊന്നരിവാളിന് മുൻതൂക്കം നൽകിയ മണ്ഡലമാണ്. നോക്കൂ, നന്ദകുമാർ അടക്കമുള്ളവർ മുമ്പിലുണ്ട്. MK സക്കീറിൻ്റെ ആവേശോജ്വലമായ റോഡ് ഷോ എങ്ങനെയാണ് ജനങ്ങൾ വരവേൽക്കുന്നത്? റോഡ് ഷോയെ വലിയ ആവേശത്തിലാണ് അജിംഷാദ് പൊന്നാനി ഉള്ളത്. നമുക്കറിയാം, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ പൊന്നാനി ഇന്നലെ തന്നെ വലിയ ജനക്കൂട്ടം പങ്കെടുത്ത പ്രകടനം നടന്നു. ഇന്നും നൂറുകണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ടുള്ള റോഡ് ഷോ ഇപ്പോൾ നഗരത്തിലൂടെ കടന്നു പോവുകയാണ്. വലിയ ആവേശം പ്രവർത്തകർക്കിടയിലെല്ലാം തന്നെ ഉണ്ട്. ആളുകൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. കൂടുതൽ പേർ ഇതിൻ്റെ ഭാഗമാവുന്നു. പൊന്നാനി മലപ്പുറത്ത് നമുക്കറിയാം, എല്ലാ കാലത്തും LDFനൊപ്പം നിന്ന ഒരു മണ്ഡലം കൂടിയാണ്. സഖാവ് ഇമ്പിച്ചി ബാവയുടെ കാലം തൊട്ട് പിന്നീട് പാലോളിയും അതിനുശേഷം പി ശ്രീരാമകൃഷ്ണനും ഇപ്പോൾ നന്ദകുമാർ MLAയും എല്ലാം തുടർന്ന വികസനം. നേരത്തെ MK സക്കീർ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ വികസന സങ്കല്പങ്ങളോ ഒന്നുമല്ല, തൊട്ട് കാണിച്ചു കൊടുക്കുന്ന വികസനങ്ങളാണ്. ഞങ്ങൾ കൊണ്ടുവന്ന വികസനങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താണ് വോട്ട് ചോദിക്കുന്നത്. അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആ വികസനം കൊണ്ടുവരും എന്നൊന്നുമല്ല പറയുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ചുവന്ന തുരുത്തായി പൊന്നാനി ഉണ്ടായിരുന്നു എല്ലാ കാലത്തും. അത് ഇനിയും തുടരും. വലിയ ആവേശം മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങൾക്കൊപ്പം പൊന്നാനിയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു 16 മണ്ഡലങ്ങളിൽ തവനൂരും താനൂരും പൊന്നാനിയുമാണ് LDFനൊപ്പമുള്ളത്. ഇത്തവണ അതായിരിക്കില്ല സാഹചര്യം എന്ന് LDF നേതാക്കൾ ഉറപ്പിച്ച് പറയുന്നു. കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾക്ക് കൈവിട്ടുപോയ 38 വോട്ടുകൾക്ക് കൈവിട്ടുപോയ പെരിന്തൽമണ്ണ മണ്ഡലം, അതുപോലെ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടമായ നിലമ്പൂർ മണ്ഡലം, ഇതൊക്കെ വീണ്ടും LDF പിടിച്ചെടുക്കുമെന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതിൻ്റെ മുന്നിൽ പൊന്നാനി ഉണ്ടാവും. പൊന്നാനി വലിയ മേൽക്കൈ, ഭൂരിപക്ഷത്തിൽ വലിയ വർധനവുണ്ടാവും എന്ന് തന്നെയാണ് പൊന്നാനിക്കാർ പറയുന്നത്. അതായത് ഈ കൂടുതൽ മണ്ഡലങ്ങൾ ലഭിക്കും, കൂടുതൽ മണ്ഡലങ്ങൾ ലഭിക്കും. കാരണം കഴിഞ്ഞ തുച്ഛമായ വോട്ടിന് നജീബ് കാന്തപുരം നേടിയ ആ സീറ്റ് ഉൾപ്പെടെ പെരിന്തൽമണ്ണ അടക്കം വലിയ രീതിയിൽ മണ്ഡലം വർദ്ധിപ്പിക്കും. ഒപ്പം നിലവിലുള്ള മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കും. ഇതാണ് LDF. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ റോഡ് ഷോയിലും പ്രചരണത്തിലും നാം കാണുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളായി ഈ MK സക്കീറിൻ്റെ പൊന്നാനിയാണ് കൊടുക്കുന്നതെങ്കിലും മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഇന്ന് സ്വാലിഹ് പോവുകയും ചെയ്തതാണ്. ആ ഒരു സാഹചര്യത്തിൽ സ്വാലിഹിൻ്റെ ഒരു നിരീക്ഷണം. വലിയ ആവേശം നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. മുസ്ലിം ലീഗിനാവട്ടെ സ്ഥാനാർത്ഥികൾ ഇതുവരെ പ്രഖ്യാപിക്കാൻ പോലും സാധിച്ചിട്ടില്ല. നാളെ ഉണ്ടാവുമെന്നാണ് ഇന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞത്. അതിൽ തന്നെ വലിയ മാറ്റങ്ങൾ. KM ഷാജിയൊക്കെ വേങ്ങരയിലേക്ക് വരുന്നു. വേങ്ങരയിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച് 11,000 വോട്ട് പിടിച്ച സബാഹ് കുണ്ടുപുഴക്കലാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി വരുന്നത്. അതോടെ തന്നെ ഇദ്ദേഹം സ്ഥാനാർത്ഥിയാവുമെന്ന് സംശയം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. മലപ്പുറത്ത് മത്സരിക്കാനാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ആലോചിക്കുന്നത്. ഇങ്ങനെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമൊക്കെ, അതോടൊപ്പം തന്നെ ഈ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ, കിഫ്ബിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് എൻ്റെ മണ്ഡലത്തിലാണ് എന്ന് പറഞ്ഞത് ഏറനാട് MLA PK ബഷീർ ആയിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നല്ല റോഡുകൾ കിഫ്ബിയിൽ നിന്ന് വന്നത് കൊണ്ടോട്ടി മണ്ഡലത്തിലാണെന്ന് TV ഇബ്രാഹിം MLA അവകാശപ്പെടുന്നുണ്ട്. 931 കോടി രൂപയുടെ വികസനം കോട്ടക്കൽ കിഫ്ബിയിൽ നിന്ന് മാത്രം വന്നുവെന്ന് അവിടെ MLA ആബിദ് ഹുസൈൻ തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. അതൊക്കെ LDF സർക്കാരിൻ്റെ വികസനങ്ങളാണ്. ഇത് തന്നെയാണ് ഇടതുമുന്നണി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ പ്രചാരണത്തിന്റെ 2ാം ദിവസം തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അജിംഷാദ്.